ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി നോക്കിയാലോ. ഇനി ഒരു പോട്ട് വെച്ച് ആ പോട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മളിനി കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് ബേ ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയിലൊന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് വഴറ്റിയെന്ന് എടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ നോക്കരുത്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കാൻ നോക്കണം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇപ്പോൾ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്നിട്ട് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് അതിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിനയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇത് പൊടിയും പുതിനയിലയും എല്ലാം നല്ലതായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊന്ന് ഒഴിക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം നമ്മളിതൊന്ന് ചിക്കി എടുക്കുക. ഇവിടെ മുട്ടയെല്ലാം ഞാനിവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്കൊന്ന് ആക്കിയെടുക്കുക. ഇനി ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ പുഴുങ്ങിയ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും റൈസൻസും നട്ട്സും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ റൈസും മസാലയും എഗ്ഗും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം റൈസ് വെന്ത് പോകരുത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെന്ത് പോവുകയാണെങ്കിൽ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം റൈസ് ആ ഒരു പരുവത്തിന് മാത്രം വേവിച്ചെടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഓവർ കുക്കായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ റൈസ് ഇപ്പോൾ ഇവിടെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റൈസ് റെസിപ്പിയാണ്. നമുക്കിതൊരു
പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് വളരെ ടേസ്റ്റിയിലും ഈസിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഒരിക്കലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.